ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 10,000 പട്ടാളത്തോട് റസൂലുള്ള മക്കത്ത് വന്ന് ഹിജ്റയുടെ 8-ാം വർഷം മക്കത്ത് വന്നു. അതെങ്ങനെയാണ് വരുന്നത്? സർവ്വ സൈന്യാധിപനായിട്ട്. അവിടെ പിന്നെ റസൂലുള്ളയാണ് അമാൻ കൊടുക്കുന്നത്. മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ വമൻ ദഖല ബൈതഹു വഅഗ്ലഖ അലൈഹി ബാബഹു ഫഹുവ ആമിൻ വമൻ ദഖല അൽ കഅബ ഫഅഗ്ലഖ അലൈഹാ ബാബ ഫഹുവ ആമിൻ. സ്വന്തം വീട്ടിൽ കടന്ന് വാതിലടച്ചു. ആരെയും ആക്രമിക്കാൻ തയ്യാറാകാതെ, നേരിടാൻ തയ്യാറാകാതെ ഇരുന്നവൻ വിശ്വസ്തനായി. അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവനും വിശ്വസ്തനായി. കഅബയിൽ കയറി വാതിലടച്ചവനും വിശ്വസ്തനായി. അവർക്കെല്ലാം അമാൻ. പുറത്ത് ധിക്കാരിയായി ആര് നടന്നാലും അവരെ വിടില്ല. ഇങ്ങനെ സർവ്വ സൈന്യാധിപനായി സർവാധികാരമുള്ള പ്രവാചകനാണ് ആ കഅബയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ആ പ്രവാചകൻ സൗകര്യപൂർവ്വം സാവകാശം തീരുമാനിക്കും ഈ ബിംബങ്ങളെ എന്ത് ചെയ്യണമെന്ന്. അതേ സമയത്ത് ജന്മസമയത്ത് ബിംബങ്ങൾ തലകുത്തി വീണത് അത് അള്ളാഹുവിന്റെ സിഗ്നലാണ്. ലോകത്തിന്റെ റൂട്ട് മാറാൻ പോകുന്നു എന്നുള്ള ആ രാജ്യത്തിന്റെ, ആ ലോകത്തിന്റെ ട്രാഫിക്കാണത്. അതുവരെ ഉണ്ടായിരുന്ന AD പിന്നെ AH ആയി മാറാൻ പോവുകയാണ്. ചരിത്രത്തിന്റെ മാറ്റത്തിന്റെ വിശാലമായ വളരെയേറെ പാതകൾക്ക് രൂപം കൊടുക്കുന്ന ഒരുപാട് പാതകൾ, 4ഉം 2ഉം അങ്ങനെ ഖിയാമത്ത് നാൾ വരെയുള്ള ഒരുപാട് പാതകൾക്ക് റൂട്ട് നൽകുന്ന ട്രാഫിക്കാണ്. ആ ട്രാഫിക്കിലുള്ള ലൈറ്റ് അത് അവിടെ സംവിധാനിക്കപ്പെട്ടാണ്. ആര് വന്നാലും അവിടെ ഉള്ളതാണ്. ഇതുപോലെ റസൂലുള്ള വന്നപ്പോൾ ലോകത്തിന് നൽകുന്ന സിഗ്നലാണ് ബിംബങ്ങൾ തലകുത്തി വീണു എന്ന്. അത് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഹാക്കിം മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ആലോചിക്കുന്നവൻ ആലോചിക്കും. ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട് വിലയിരുത്താൻ. ഹിജ്റ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാറ്റിയെടുക്കും. മനുഷ്യനെ തീർച്ചയായും അത് മാറ്റിയെടുക്കും. മനുഷ്യനിൽ എന്തെല്ലാം വേണ്ടാത്തരമുണ്ടോ അതെല്ലാം വിട്ടേച്ചിരിക്കും. അത് അത്തർക്ക് എന്ന് പറയുന്നത്. അള്ളാഹു കൽപ്പിച്ചത് നിലനിൽക്കും, അള്ളാഹു വിരോധിച്ചത് മുഴുവനും ഒഴിവാക്കും. അതില് ചിലപ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെടും. ഭാര്യമാരെ നഷ്ടപ്പെടും, പിതാക്കളെ നഷ്ടപ്പെടും, സ്വന്തം പുത്രന്മാർ അവരെ നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. അള്ളാഹു മാത്രമായിരിക്കും. നീ സാഹിബുൻ ഇലല്ലാഹ് എന്ന് പറയുന്ന അള്ളാഹു മാത്രമായിരിക്കും അവിടെ. ഇതാണ് സഹാബാക്കളുടെ ചരിത്രം, ഇതാണ് റസൂലുള്ളാഹിന്റെ ചരിത്രം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ ഭയമാണ്, പലായനം എന്ന് കേൾക്കുമ്പോൾ ഭയമാണ്. നമുക്കറിയാം ഇന്ന് പലായനത്തിന്റെ കാലഘട്ടമാണ്. ഈ പലായനം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അതിനൊരു നിയമമുള്ളത് നബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ വിശ്വാസവും ആചാരവുമായി പോയാൽ അത് സംരക്ഷിക്കാനുള്ള വകുപ്പ് അവിടെയുണ്ടോ എന്നല്ലാതെ അവിടെയുള്ളവര് കാഫറാണോ, അവിടെയുള്ളവര് മുസ്ലിമാണോ, അവിടെയുള്ളവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണോ അല്ലേ എന്നല്ല വിഷയം. നമുക്കവിടെ പോയാൽ നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അവിടെയുണ്ടോ എന്നുള്ളതാണ്. ദാറുൽ അമ്നായിരിക്കണം, ദാറുൽ അമാനായിരിക്കണം. ദാറുൽ അമ്ന്, ദാറുൽ അമാൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ പിടിച്ചു നിൽക്കാനുള്ള സൗകര്യം ഔദ്യോഗികമായി അവിടെ ഉണ്ടായിരിക്കണം. ശത്രുക്കൾ എല്ലായിടത്തുമുണ്ട്, സ്വന്തം രാജ്യത്തും ഉണ്ടായതുകൊണ്ടല്ലേ പോകേണ്ടി വരുന്നത്. അങ്ങനെയുള്ള അതാ റസൂലുള്ള പറഞ്ഞത്. ഹബ്ശയിലേക്ക് പോകുമ്പോൾ അവിടെ ദാറുൽ അമാനാണ്. അവിടെ നല്ലൊരു രാജാവ്, അയാളുടെ വകുപ്പ്, അയാൾ കൈകാര്യം ചെയ്യുന്ന അയാളുടേതായ ഭരണത്തിന്റെ വകുപ്പ്, അവിടെ ഉള്ളവർക്കെല്ലാം സമാധാനവും സംരക്ഷണവും നൽകുക എന്നുള്ളതാണ്. അവിടെ വിശ്വാസം അയാൾക്ക് വിഷയമല്ല. ഇങ്ങനെയുള്ള രാജ്യമാണ് അവിടെ.
എന്നാൽ ആ രാജ്യത്തുള്ള ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞതോ ഷിറാറുൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ ആ ഹബ്ശയിലേക്കുള്ള യാത്രയിലുണ്ടായിരുന്നു. പിന്നീട് അവർ യാത്ര കഴിഞ്ഞൊക്കെ വന്ന് റസൂലിനോട് പറഞ്ഞപ്പോൾ സംസാരിക്കുകയാണ്. അവിടെ ഒരു കനീസ കണ്ട്, അവിടെ കുറെ ആളുകളുടെ ഫോട്ടോകളുണ്ട്. ദിവസേന ആ ഫോട്ടോകൾ വെച്ച് ആരാധിക്കുകയാണ് അവിടുത്തെ ജനങ്ങള്. അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല, പടച്ചവനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. അവരെ ആ ഫോട്ടോ വെച്ച്, ആ ബിംബങ്ങൾ വെച്ച്, ആ ബിംബങ്ങൾക്ക് അവർ നമസ്കരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ അവരോ ഉലായിക ശിറാറുൽ മുശ്രിക്കീൻ, ഉലായിക ശിറാറുൽ ഖൽഖ്, അവർ മുശ്രിക്കീങ്ങളിൽ തന്നെ വളരെ ഷർറാണ്, സൃഷ്ടികളിൽ വളരെ ഷർറാണ് എന്ന് പറഞ്ഞ അവരുള്ള രാജ്യത്തേക്കാണ്. പക്ഷേ അവിടുത്തെ ഭരണഘടന അനുസരിച്ച്, അവിടുത്തെ വകുപ്പ് അനുസരിച്ച് അവിടെ സുരക്ഷിതത്വത്തിന്റെ രാജ്യമാണ്, ദാറുൽ അമാനാണ്, ദാറുൽ അംനാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി അങ്ങോട്ട് പോകാം. ഇനി മദീനയിലേക്ക് പോയതോ, മദീനയിൽ എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു. യൂതൻ, ബനൂ കൈനുക്കാവ്, ബനൂ നുളൈർ, ബനൂ ഖുറൈള, ഇവരെല്ലാം അവിടെയായിരുന്നല്ലോ. ഇവരെല്ലാം അവിടെയായിരുന്നു. എല്ലാവിധ കുഴപ്പക്കാരും എല്ലാവിധ ഫിത്നക്കാരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടത്തുകാരുമായി നബി സംസാരിച്ചു. നബിക്കും ഇവിടുന്ന് പോകുന്നവർക്കും അവിടെ സുരക്ഷിതത്വമാണ്. അവിടുത്തെ ആളുകളെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല, അത് പിന്നെ നോക്കാം. ഈ സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നബിയും സഹാബത്തും അങ്ങോട്ട് പോയി. പിന്നെ അവിടെ ചെന്ന് അപ്പോൾ അത് മദീനത്തുർ റസൂലായി. മക്ക ദാറുൽ ഹർബായിരുന്നു. ആ ദാറുൽ ഹർബിൽ നിന്നാണ് നബിയും സഹാബത്തും പലായനം ചെയ്തത്. പിന്നെ അവർ തിരിച്ചു വരുന്നത്, വന്ന ശേഷം അത് പൂർണ്ണമായി ദാറുൽ ഇസ്ലാമായി. മദീന ദാറുൽ ഇസ്ലാം ആയതുപോലെ, ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റുള്ളവരില്ല എന്നല്ല, ദാറുൽ ഇസ്ലാമിന്റെ, ആ ഇസ്ലാമിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു അവിടെ ജൂതന്മാർക്കും നസാറാക്കൾക്കും ഒക്കെ സംരക്ഷണം നൽകിയിരുന്നത്. അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. വല്യഹ്കും അഹ്ലുൽ ഇൻജീൽ ബിമാ അൻസലല്ലാഹ്, ഇൻജീലുകാർ അവർക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചതുകൊണ്ട് അവർ വിശ്വസിച്ചു കൊള്ളട്ടെ, നാം അതിൽ ഇടപെടുന്നില്ല, ഇങ്ങോട്ട് ഇടപെടരുത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇടപെടില്ല. നിങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും നൽകാം. അതിന് വേണ്ട ആ സുരക്ഷിതത്വത്തിന്റെ സംഖ്യ നിങ്ങൾ അടക്കണം, നികുതി നിങ്ങൾ അടക്കണം. അത് ഏത് രാജ്യത്തും ആ രാജ്യത്തുള്ളവരും അടക്കുന്നതല്ലേ നികുതി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ദാറുൽ ഇസ്ലാമാക്കി. മറ്റുള്ളവർക്ക് സംരക്ഷണം അവിടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി മക്കത്ത് വന്ന് അത് ദാറുൽ ഇസ്ലാമായി. അവിടെയും മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവൻ, അതുപോലെ കഅബയിൽ കയറിയവൻ, സ്വന്തം വീട്ടിലിരുന്നവർക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് പറഞ്ഞതും അതിന്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഏത് സാഹചര്യത്തിൽ പലായനം ചെയ്യാം, ഏത് സാഹചര്യത്തിൽ പലായനം ചെയ്യണം, പലായനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ത്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എല്ലാം പഠിപ്പിച്ചു. ലോകത്ത് പല പലായനങ്ങളും നടന്നത് പ്രേമത്തിന്റെ പേരിലായിരുന്നു, നമുക്കറിയാം. പ്രേമത്തിന്റെ പേര്. ഷേക്സ്പിയർ എഴുതിയ നാടകമുണ്ട്, ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ബർണാഡ് ഷാ എഴുതിയതുണ്ട്, സീസർ ആൻഡ് ക്ലിയോപാട്ര. ഈ ക്ലിയോപാട്രയെ ആദ്യം സീസർ സ്നേഹിച്ചു, പിന്നെ ആന്റണി സ്നേഹിച്ചു. രണ്ടിലും കുട്ടികളുണ്ടായി. വിവാഹബന്ധമല്ല അവിടെ നടന്നത്. അവസാനം സംഭവിച്ചു, ഈ സീസറെ ക്ലിയോപാട്ര കൊന്നു എന്ന് പറയുന്നു. അത് ചോദ്യം ചെയ്യാനാണ് സീസറുടെ ആളായ ആന്റണി പോയത്. ഇവളുടെ സൗന്ദര്യം കണ്ടപ്പോ ആകെ ലയിച്ചു. പിന്നെ അയാളുകളുമായി ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് 2 കുട്ടികളുണ്ടായി. പിന്നെ അവസാനം എന്ത് സംഭവിച്ചു? ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തു. ആന്റണി ആത്മഹത്യ ചെയ്തു. ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോ ആന്റണി ആത്മഹത്യ ചെയ്തു. പക്ഷേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്ലിയോപാട്ര. പക്ഷെ ക്ലിയോപാട്ര ആന്റണി ആത്മഹത്യ ചെയ്തപ്പോ ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തു. എല്ലാം ഫോർ ലവ്, എല്ലാം പ്രേമത്തിന് വേണ്ടി എന്ന് ഇംഗ്ലീഷുകാർ പുസ്തകം എഴുതി വെച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള അനവധി യുദ്ധങ്ങൾ ഉണ്ടായത് എല്ലാം പ്രേമത്തിന്റെ പേരിലായിരുന്നു. ജോൺ റൈഡൻ എഴുതിയ പുസ്തകത്തിൽ കാണാം, ഇതെല്ലാം ഓൾ ഫോർ ലവ്, എല്ലാം പ്രേമത്തിന് വേണ്ടി ഉണ്ടായതാണ്. എന്നാൽ അങ്ങനെയല്ല. ഇസ്ലാമിന്റെ പലായനം, പ്രവാചകന്റെ പലായനം പ്രേമത്തിന്റെ പേരിലല്ല,
പ്രേമത്തിന്റെ പേരിലുള്ള ആ പലായനം റസൂലുള്ളാഹ് ആദ്യ ഹിജറയുടെ ആദ്യ പശ്ചാത്തലത്തിൽ തന്നെ റസൂലുള്ളാഹ് അതിനെക്കുറിച്ച് ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒമൻ കാനത് ഹിജ്റതുഹു ലിദുന്യൻ ലിംറഅത്തിൻ യൻകിഹുഹാ, താൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് പലായനം ചെയ്തപ്പോൾ അതിനു വേണ്ടി പലായനം ചെയ്തതാണെങ്കിൽ ഏറിക്കഴിഞ്ഞാൽ അത് നടക്കും, അതിൻ്റെ അപ്പുറത്തൊന്നും നടക്കില്ല റസൂലുള്ളാഹ് പറഞ്ഞു. ഉമ്മു ഖൈൽ, അവളുടെ പേര് ഖൈല എന്നായിരുന്നു എന്ന് പറയുന്നു. എന്തായിരുന്നാലും കൊള്ളാം, ആ ഉമ്മു ഖൈസിന്റെ മുഹാജിർ ഉമ്മു ഖൈസ് എന്നുള്ള പേരിലാണ് പിന്നെ അറിയപ്പെട്ടത്. ഇസ്ലാമിന്റെ പലായനം അതിനല്ല, അത് ആത്മാർത്ഥമായി നീ ദാഹിബുൻ ഇലാ റബ്ബി നീ മുഹാജിറുൻ ഇലാ റബ്ബി എന്ന് പറയുന്ന രൂപത്തിലാണ്. ഇത് റസൂലുള്ളാഹ് പഠിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ ആ പലായനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ജീവിതത്തിന്റെ ആവശ്യമായ എല്ലാം അതിലുണ്ട്. നല്ലൊരു സമൂഹം, നല്ലൊരു സംസ്കാരം, അറബികളെ എത്ര കണ്ട് ഉയർത്താൻ പറ്റുമോ അത്ര കണ്ട് ഉയർത്താനുള്ള ഒരു പലായനമായിരുന്നു അത്. പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ നോമ്പനുഷ്ഠിക്കണം. ആ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമാണ് നബിയും സഹാബാക്കളും ഒക്കെ പലായനം നടത്തിയത്. അത് നല്ലൊരു ലോകത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയായിരുന്നു. സാക്ഷാൽ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ പ്രശസ്തനായ പ്രധാനമന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ട ലോകം വാഴ്ത്തിയ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഗ്ലിംപ്സസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വിശ്വചരിത്ര അവലോകനം എന്ന ഗ്രന്ഥത്തിൽ എഴുതിയത് മലയാളത്തിൽ അതിന്റെ വിവർത്തനം നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അന്ധകാര യുഗത്തിലെ സാക്ഷാൽ കാട്ടറബികളെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി ഉയർത്തിയത് മുഹമ്മദ് നബിയുടെ ഇസ്ലാം മത പ്രചാരണം കൊണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ പലായനവും മറ്റൊക്കെ ആദ്യം വളരെ വ്യക്തമായി ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിന്റെ നേതാക്കളാക്കി ഈ അറബികളെ ഉയർത്തിയത് പ്രവാചകൻ. പലായനം ചെയ്യുന്ന സമയത്ത് സൗറിൽ നിന്ന് പോയി കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ നബിയെ പിന്തുടരുന്നു സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന അറബി. അദ്ദേഹം കാട്ടറബിയായിരുന്നു ആദ്യം. അങ്ങനെ മക്കത്ത് വന്ന്, മക്ക സാംസ്കാരിക കേന്ദ്രമാണല്ലോ, അവിടെ വന്ന് അബൂജഹലും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അബൂജഹലിന്റെ ആളായി. റസൂലുള്ളാഹ് രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആകുന്നത്ര വേഗത്തിൽ പോയി പിടിക്കാൻ സുറാഖയെ നിയോഗിച്ചു. സുറാഖ പിന്തുടർന്നു നബിയെ, കുതിരപ്പുറത്ത് പിന്തുടർന്നു. റസൂലുള്ളാഹിന്റെ തൊട്ടടുത്തിയപ്പോൾ കുതിര കാല് താഴ്ന്നുപോയി. ചരിത്രം അങ്ങനെയാണല്ലോ. 3 തവണ കാല് താഴ്ന്നു പോയി. റസൂലുള്ളാഹ് ക്ഷമാപണം നൽകി. അദ്ദേഹം തിരിച്ചു പോകുന്നു. ആ സമയത്ത് റസൂലുള്ളാഹ് പറഞ്ഞൊരു സംഭവമുണ്ട്. ചരിത്രത്തിന്റെ ഏറ്റവും ഉയർന്ന ചുല്ലുകൊട്ടാരത്തിൽ എഴുതി പിടിപ്പിക്കേണ്ടത്. ആ കാട്ടറബിയോട് ജവഹർലാൽ നെഹ്റു പറഞ്ഞതും റസൂലുള്ളാഹ് അപ്പോൾ ഈ സുറാഖയോട് പറഞ്ഞതും കൂടി നോക്കുമ്പോൾ ചരിത്രം എന്നത് അത് മുഹമ്മദ് നബിയുടെ ചുറ്റുമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമാണ് എന്ന് സുറാഖയോട് പറഞ്ഞു. കൈഫ ബിക യാ സുറാഖ ഇൻ ലബിസ്ത സിവാറൈ കിസ്റ വതാജ. സുറാഖ കൈഫ ബിക്, എങ്ങനെയുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇതാ ലബിസ്ത സിവാറൈ കിസ്റ വതാജഹു വതാജ. കിസ്റ രാജാവിന്റെ പേർഷ്യൻ മഹാസുൽത്താനായ കിസ്റ രാജാവിന്റെ ആ 2 വളകളും രാജമുദ്രയുടെ അടയാളമായ ആ 2 വളകളും കിരീടവും നീ ധരിക്കുന്ന ഒരു സമയമുണ്ടായിരിക്കും. അന്നത്തെ കുറിച്ച് നിനക്ക് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ അദ്ദേഹത്തിന് അതൊരു സ്വപ്നമായി തോന്നി. ഒരിക്കലും സാക്ഷാത്കാരത്തിന്റെ സാ പോലും അദ്ദേഹം അവിടെ കണ്ടില്ല. എന്താണ് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? ഇത് പറയുന്ന ആൾ ആരാ? ഇയാളെ പിന്നിലല്ലേ, ഇയാളെ പിടിക്കാനല്ലേ പോകുന്നത്? കിസ്റ രാജാവിന്റെ
മഹാരാജാവിന്റെ അന്നത്തെ കിസ്ര കൈസർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ലോകം മുഴുവനും ഒന്നടങ്കം ഭരിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയാണ്. എന്ത് സംഭവിച്ചു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് കിസ്റയുമായി പേർഷ്യൻ സാമ്രാജ്യവുമായുള്ള യുദ്ധത്തിൽ അവരുടെ മുഴുവൻ പട്ടാള ഉദ്യോഗസ്ഥന്മാരും കൊല്ലപ്പെട്ടു. അങ്ങനെ രാജ്യം കീഴടങ്ങി. കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിൽ മുസ്ലിമീങ്ങൾ പ്രവേശിച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ടെന്നും രാജ്യം വിട്ടെന്നും പറയുന്നു. അവിടെയുള്ള രക്തങ്ങളും ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് തുറന്ന് ആ ഓഫീസിൽ നിന്ന് അയാളുടെ ആ രാജവളകൾ രണ്ടും എടുത്ത് കിരീടവും എടുത്ത് ഉമറുൽ ഫാറൂഖിനെ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ളവർ ഏൽപ്പിച്ചു. വലിയ യോഗം വിളിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് സുറാഖയെ സ്റ്റേജിലേക്ക് വിളിച്ചു. റസൂലുള്ള പറഞ്ഞത് പലായന സമയത്ത് റസൂലുള്ള പറഞ്ഞത് ഓർമ്മിപ്പിച്ചു. കൈഫ ബിക യാ സുറാഖ ഇല്ല ബിത്തസിവാറെ കിസ്റ വതാജ എന്ന് റസൂലുള്ള പറഞ്ഞത് അങ്ങ് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുറാഖക്ക് അതങ്ങ് ധരിപ്പിച്ചു. എല്ലാവരും അല്ലാഹു അക്ബർ. ഇതാണ് സ്നേഹിതന്മാരെ തങ്ങൾ പാപ്പ ഏറ്റവും ആദ്യം തുടങ്ങി വെച്ച ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ ലറാദുക ഇലാ മആദ് എന്നതിന്റെ അർത്ഥം നാം മനസ്സിലാക്കുന്നതിന്റെയും ഒക്കെ എത്രയോ അപ്പുറത്താണ്. അതിൽ എത്രയോ അർത്ഥങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അതിലേക്ക് അങ്ങ് ചേർത്താലും ആ ആശയത്തിന്റെ 1000-1 ആവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രവാചകൻ നേരിട്ടു. 300ഓളം കപടന്മാർ അവിടെ ഉണ്ടായിരുന്നില്ലേ മദീന പള്ളിയിൽ? എന്തിനവരുണ്ടായി? അല്ലാഹു തആലക്ക് അവരെ അങ്ങ് ശരിയാക്കി കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇബ്ലീസിനെ എന്തിന് അല്ലാഹു തആല നിയോഗിച്ചു? ഈ 300 കപടന്മാരെന്തിനെ നിയോഗിച്ചു? മാത്രമല്ല ആ കപടന്മാർ റസൂലുള്ളാഹിന്റെ വലത്തും ഇടത്തും ഒക്കെ ആയിരുന്നു. വലിയ കപടന്മാരൊക്കെ റസൂലുള്ളാഹിന്റെ വലത്തും ഇടത്തും ഒക്കെ ഉണ്ടായിരുന്നു. എന്താണ് ആ കപടന്മാർ? ആധുനിക ശൈലിയിൽ നമുക്ക് പറയാം അത് അവിടുത്തെ പ്രതിപക്ഷമാണ്. ഒരു ശരിയായ ഭരണപക്ഷമാണെങ്കിൽ അതിനൊരു പ്രതിപക്ഷം വേണം. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷമാണ് അവിടെയുള്ളത്. ആധുനിക ലോകത്ത് പ്രതിപക്ഷമില്ലാത്ത ഭരണമില്ല. ഉണ്ടെങ്കിൽ രാജാക്കന്മാർക്കേ ഉള്ളൂ. അവർക്കും അവർ നിർദ്ദേശിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഈ ആധുനിക ഭരണ വ്യവസ്ഥിതി ലോകത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ കാണിച്ചു. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വേണ്ട ചില കാര്യങ്ങളെല്ലാം ചെയ്തത് പ്രതിപക്ഷ നേതാവാകുമ്പോൾ അങ്ങനെയൊക്കെ ചില ചെയ്യേണ്ടി വരും. ഇതെല്ലാം വിഷയങ്ങളിൽ നിന്ന് നാം വായിച്ചെടുക്കണം. ഒരു പുസ്തകം കയ്യിൽ വന്നാൽ, ഒരു കിതാബ് കയ്യിൽ വന്നാൽ, ഒരു ഉപന്യാസം കയ്യിൽ വന്നാൽ അത് വായിക്കുന്നത് നാം മാത്രമായിരിക്കും. നാം വായിക്കുമ്പോൾ നാം മാത്രമാണ് വായിക്കുന്നത്. അപ്പോ എങ്ങനെ വായിക്കണം എന്ന് ആദ്യം ചിന്തിക്കണം. പുസ്തകം വായിക്കല്ല. ഖുർആൻ വായനയെ കുറിച്ച് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി ആദ്യം അവതരിച്ചു. പലായനത്തിന് മുമ്പ് റസൂലുള്ളാഹി പലായനം നടത്തിയിരുന്നു. ആ പലായനം ചെറിയ പലായനമാണ്. ഹിറാ കുന്നിലേക്ക് പലായനം എന്ന് പറഞ്ഞാൽ വളരെ അകലത്തുനിന്ന് വരണമെന്നൊന്നുമില്ല. ആദം നബി ആകാശത്ത് വന്നതുപോലെ ഈസാ നബി അങ്ങോട്ട് പോയതുപോലെ ഒന്നുമല്ല. തൊട്ടടുത്തുനിന്ന് ഇവിടെ തൊട്ടടുത്തുനിന്ന് ഇങ്ങോട്ട് വന്നാലും അള്ളാഹ് ഏറ്റെടുക്കും. ഇവിടുത്തെ പലായനം അങ്ങനെ തന്നെ തൊട്ടടുത്ത് നിന്നാ വന്നത്. പക്ഷെ പടച്ചോൻ അല്ലാഹു തആല പടച്ചോൻ ഏറ്റെടുത്തു. അല്ലേ? പടച്ചോൻ ഏറ്റെടുത്തു. റസൂലുള്ളാഹി ഹിറായിൽ പോയിരുന്നു. ഹിറായിൽ അല്ലാഹു തആല ഏറ്റെടുത്തു. ഏറ്റെടുത്തതിന്റെ പകരം അത് ആ സമയത്ത് അല്ലാഹു തആല ആദ്യമായി നൽകിയത് പഠിച്ചു. വായിക്കണമെന്നാണ് പറഞ്ഞത്.
പക്ഷേ എങ്ങനെ വായിക്കണം? ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ ഉടനെ മറിച്ച് നോക്കി വായിക്കല്ല, അതിന്റെ ഉള്ളടക്കത്തില ആദ്യം ആര് പ്രസിദ്ധീകരിക്കും, പ്രസാധകരാര്, എഴുത്തുകാരനാര്, അയാളാര്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ളു വായിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അബദ്ധത്തിൽ പെട്ടുപോകും. ഇഖ്റ വായിക്കണം. എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ, രണ്ടാമത്തെ ഇഖ്റ, അതാണ് വായന. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇതാണ് ഓർഡർ. ഈ ഓർഡർ, ഇതാണ് സിലബസ്. ഈ സിലബസ് അറിഞ്ഞുകൊണ്ട് വായിക്കണം. അപ്പൊ ആദ്യം വായിക്കണമെന്ന് മൊത്തം ലോകത്തോട് പറഞ്ഞു. എങ്ങനെ വായിക്കണമെന്ന് രണ്ടാമത്തെ പറഞ്ഞു. ഇങ്ങനെ നാം വായിക്കണം, ഇങ്ങനെ നാം പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഉയരാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് പലതും നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. രണ്ട് ചരിത്രങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കാൻ സാധിക്കും. മറ്റു ചരിത്രങ്ങളെല്ലാം വേറിട്ട് കിടക്കുകയാണ്, കൂട്ടിയിണക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി ഇസ്രാ നടത്തി, ശരി, അത് റബീഉൽ അവ്വലാണ്. അത് അവിടെ റബീഉൽ അവ്വലിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കൂല. സംഭവിച്ച റബീഉൽ അവ്വലാണ്. പക്ഷെ റബീഉൽ അവ്വൽ എന്ത്, അത് തിങ്കളാഴ്ചയായിരുന്നു. ആ റബീഉൽ അവ്വൽ ചൊവ്വാഴ്ച, തിങ്കളാഴ്ച, ബുധനാഴ്ച ഒക്കെ ഉണ്ടായിരുന്നു. അതിലൊരു തിങ്കളാഴ്ച. പക്ഷേ കൂട്ടി വായിക്കണം. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, അത് റസൂലുള്ളാഹി സ്വന്തം തീരുമാനിച്ചതല്ല. അഹഖു അൻ തഖൂമ ഫീഹി, എന്താണ് അതിന് ഏറ്റവും അർഹമായിട്ടുള്ളത്? ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും അബദ്ധാണ്, അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്, അത് വലിയ വിഷയക്കണ്ട. ചരിത്രം കൂട്ടി വായിക്കുമ്പോൾ ആ വിഷയമാണ്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി ആ പള്ളി നിർമ്മാണം കഴിഞ്ഞ്, കുബാ പള്ളി നിർമ്മാണം കഴിഞ്ഞ് പിന്നീട് മസ്ജിദ് നബവി നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒട്ടകപ്പുറത്താണ്, കസുവ എന്ന ഒട്ടകമാണ്. സ്വർഗത്തിലും ആ ഒട്ടകമുണ്ട് എന്നാ പറയുന്നത്. കസുവ എന്ന ഒട്ടകം, ആ ഒട്ടകം മുന്നോട്ട് നീങ്ങുന്നു. സഹാബാക്കൾക്ക് റസൂൽ എന്നപ്പോൾ വളരെ സന്തോഷമല്ലേ, വലിയ പെരുന്നാളിലേറെ വലിയ സന്തോഷം. അങ്ങനെ സഹാബാക്കൾ പറഞ്ഞു, ദാ നബിയെ, ഇവിടെ വിശ്രമിക്കാം, ഇവിടെ വിശ്രമിക്കാം, ഇവിടെ വിശ്രമിക്കാം, ഇവിടെ വിശ്രമിക്കാം. അങ്ങനെ പലരും വിശ്രമിക്കാൻ വേണ്ടി ഒട്ടകത്തിനെ പിടിച്ച്, കയറ് പിടിച്ച് താഴ്ത്താൻ ശ്രമിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അർജിലൂഹാ, അതിനെ വിട്ടാളി, ഫൈനഹാ മൗമൂറ, അത് കൽപ്പന പ്രകാരമാണ് നടക്കുന്നത്. അർജിലൂഹാ ഫൈനഹാ മൗമൂറ, അതിനെ വിട്ടാളി, അത് കൽപ്പന പ്രകാരം നടക്കുകയാണ്, ഞാൻ അതിനെ നടത്തിക്കുകയാണോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഫൈനഹാ മൗമൂറ. അങ്ങനെ അബു അലിയുൽ അൻസാരിയുടെ വീട്ടിന്റെ കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് ഒട്ടകം തിരിച്ചു വന്ന് വീട്ടിന്റെ മുന്നിൽ മുട്ടുകുത്തി. അവിടെയാണ് മസ്ജിദ് നബവി. അപ്പൊ ഈ ഒട്ടകം ഫൈനഹാ മൗമൂറ എന്ന് പറഞ്ഞാൽ, അപ്പോ റസൂലുള്ളാഹിന്റെ ഒട്ടക കൽപ്പന പ്രകാരം നടക്കുകയാണ്, റസൂലുള്ളാഹി സ്വന്തത്തിൽ ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ ഒരു മനുഷ്യന്? റസൂലുള്ളാഹിന്റെ ഒട്ടകെ ഒക്കെ ബുഖാരിയിലൊക്കെ കാണാൻ റിപ്പോർട്ട്. റസൂലുള്ളാഹിന്റെ ഒട്ടകം അത് കൽപ്പന പ്രകാരമാണ്. റസൂലുള്ളാഹി ഒരു കൽപ്പനയില്ല, പോകും സ്വന്തമായിട്ട് ഇങ്ങനെ ഏതുണ്ട് എന്നാണോ? അല്ല, ഇന്നത്തബിയുല്ലാമായുഹായിലയ്യ, ഇതെല്ലാം. അപ്പൊ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട മൃഗങ്ങൾക്ക് അവർക്ക് അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അത് ആ മഹാത്മാവിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന മഹത്തായ ലോക ചരിത്രത്തിൽ വേറെ എവിടെയും കാണാത്ത, ഒരു മനുഷ്യന്റെ സംഭവത്തിലും കാണാത്ത കാര്യങ്ങളാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. റസൂലുള്ളാഹിയെ കൊല്ലാൻ എത്ര ആളുകൾ നടന്നു, എത്ര നടന്നു. റസൂലുള്ളാഹിയെ ഒറ്റക്ക്, റസൂലുള്ളാഹി നേരെ മുമ്പിൽ, റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒന്നുമില്ല, ശത്രു മിന്നി പ്രകാശിക്കുന്ന വാളുമായി റസൂലുള്ളാഹിന്റെ മുന്നിലെത്തി. മുഹമ്മദേ, നിന്നെ ആര് രക്ഷിക്കും? ഏടാ തെണ്ടി, എന്റെ പടച്ചും രക്ഷിക്കൂലേ? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അവസാനം താൻ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ദീനിന്റെ പേരിൽ താൻ സ്നേഹിച്ച അവിടുത്തെ പ്രാണപ്രേയസി ആയിഷാബിയുടെ മടിയിലും മാർവിടത്തിലും ചാരിക്കിടന്ന് അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ എന്ന് പറഞ്ഞു ലോകത്തോട് വിട പറഞ്ഞ പ്രവാചകനെ തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ ലറാദ്ദുക ഇലാ മആദ് വഖുർ റബ്ബി അഖ്രിജ്നി മുഖ്റജ സിദ്ഖ് അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ എന്നത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ
ഏറ്റവും പ്രസ്പഷ്ടമായി അത് പ്രകടമായതായി നമുക്ക് കാണാൻ സാധിക്കും. സഹാബാക്കളുടെ കാലം വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹിന്റെ സഹാബാക്കളാണ് എന്ന് വരുത്തുന്ന വിധത്തിൽ അവർക്കും പ്രകാശിക്കാൻ കഴിഞ്ഞു, അവരും പ്രവർത്തിച്ചു. അങ്ങനെയാണ് താബിഈകൾ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ. ഇത് ലോകത്ത് ഏതൊരു പുതിയ വിഷയം വന്നാലും റസൂലുള്ളാഹിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്ഹബിന്റെ ഇമാമിങ്ങൾ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അന്ത്യനാൾ വരെ ലാ തുസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന ഹത്താ യഅതി അംറുല്ലാഹ്. ഇതെല്ലാം ഹിജ്റയുടെ പശ്ചാത്തലം, ഇതെല്ലാം ഹിജ്റയുടെ പ്രതിഫലനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പോൾ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നാലും ശരി, പിന്നീട് സന്നാ മുതൽ ഹദറമൗത്ത് വരെയുള്ള കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വിഹാരകേന്ദ്രമായ ആ മേഖലകളിൽ അർദ്ധരാത്രി ഒരു ലോകസുന്ദരിക്ക് ആരെയും ഭയക്കാതെ നടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്ത് അത് സംഭവിച്ചു. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വിഹാരകേന്ദ്രമായിരുന്നു സൻആ മുതൽ ഹദറമൗത്ത് വരെ ഉണ്ടായിരുന്ന ആ മരുഭൂ പ്രദേശത്ത്. അവിടെ ആർക്കും നടക്കാമായിരുന്നു, ആരെയും പേടിക്കാനുണ്ടായിരുന്നില്ല. ഇതെല്ലാം റസൂലുള്ളാഹി ഇവിടെ വരുത്തി തീർത്തതാണ്. അന്ത്യനാൾ വരെ അതിൻ്റെതായ പ്രകാശം ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അകലും തോറും പ്രകാശം കുറഞ്ഞുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. നബിയെ അല്ലാഹു തആല സിറാജം മുനീറ, പ്രകാശം പരത്തുന്ന വിളക്കായി നിയോഗിച്ചെങ്കിൽ വിളക്കിന്റെ ചുറ്റുഭാഗത്തും ഇരിക്കുന്നവർക്ക് കൂടുതൽ പ്രകാശം ഉണ്ടായിരിക്കും. അകലും തോറും പ്രകാശം കുറഞ്ഞുകൊണ്ട് വരും. അന്ത്യനാൾ വരെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ നിന്ന് തന്നെ കത്തിച്ചെടുത്ത തിരികൾ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ആ പ്രകാശം ഉൾക്കൊള്ളാൻ സാധിക്കും. ആ തിരി അന്ത്യനാൾ വരെ ഉണ്ടായിരിക്കും. ഫീ ബുയൂത്തിൻ അസ്നല്ലാഹു അൻ തുർഫഅ യുദ്കറ ഫിസ്മു സബ്ബിലു ഫിയാ ബിൽദുൽ ആതാൽ റിയാലുല്ലാ തുൽഹീം എന്ന് പറഞ്ഞ ആ ബുയൂത്തിൽ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് ബസറു നൂരി കമിഷ്കാത്തിൻ ഫിയാ മിസ്ബാഹ് എന്ന് പറയുന്ന ആ പ്രകാശം ഫീ ബുയൂത്തിൻ അസ്നല്ലാഹ്, അല്ലാഹു തആല പ്രത്യേകം അനുവാദം കൊടുത്ത പള്ളി, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ, ദീനീ മജ്ലിസുകൾ, അവിടെ അത് നിലകൊള്ളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് ഇവിടെയും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹുവിന്റെ മഹദായ ഫദ്ൽ കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.